തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിലായി 43 ആംബുലൻസുകളാണ് സർവീസ് നടത്തുന്നത്. ആംബുലൻസുകളിലേക്ക് ആവശ്യമായ മരുന്ന്, കയ്യുറകൾ തുടങ്ങി എല്ലാ അവശ്യവസ്തുക്കളും കമ്പനി വിതരണം ചെയ്യണമെന്നാണ് വ്യവസ്ഥ. നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ, ഗ്ലൗസ്, അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നും തന്നെ അതിലില്ല. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ പലതും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും. IV ക്യാനുല, അങ്ങനെയുള്ള സംഭവങ്ങൾ, IV സെറ്റ്, ഇതൊന്നും തന്നെ അതിലില്ല. നമുക്ക് ഗ്ലൗസ് ഇല്ലാതെ നമുക്ക് ഒരു പേഷ്യൻ്റ് എടുക്കാൻ പറ്റത്തില്ല. അറ്റകുറ്റപ്പണികൾ നടക്കാത്തതുമൂലം ഓരോ ദിവസവും 5 ആംബുലൻസുകളുടെയെങ്കിലും സർവീസ് മുടങ്ങുകയാണ്. അറ്റകുറ്റപ്പണികൾക്ക് ഫണ്ടില്ലെന്ന് പറഞ്ഞാണ് 2000 രൂപ ചെലവ് വരുന്ന പണികൾ കമ്പനി വൈകിപ്പിക്കുന്നത്. കമ്പനിക്ക് സ്വന്തമായി വർക്ക്ഷോപ്പുകളില്ലാത്തതിനാൽ സ്വകാര്യ വർക്ക്ഷോപ്പുകളെയാണ് ആശ്രയിക്കുന്നത്. ഓരോ മാസവും അറ്റകുറ്റപ്പണികൾക്കായി സർക്കാർ 1,17,000 രൂപ നൽകുന്നുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ മെയിന്റനൻസ് പ്രോട്ടോകോൾ ഷീറ്റ് പരിശോധിക്കേണ്ട കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഇതുവരെ ആംബുലൻസുകൾ പരിശോധിച്ചിട്ടില്ല. ആംബുലൻസിനായി വിളിക്കേണ്ട കോൾ സെന്റർ പ്രവർത്തനവും നന്നായി നടക്കുന്നില്ലെന്നാണ് പരാതി. കോൾ സെന്റർ ഇപ്പോഴത്തെ പ്രയോജനം വളരെ മോശമാണ്. അവർക്ക് പ്രോപ്പർ പ്ലേസ് പോലും ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. എവിടെയാണ് വിളിക്കുന്നത്, എന്താണെന്നും അവർക്ക് അറിയാൻ പറ്റുന്നില്ല. കോൾ സെന്ററുകളിൽ നിന്ന് കൃത്യമായി നിർദ്ദേശങ്ങൾ എത്താത്തതിനാൽ ആംബുലൻസ് വൈകിയെത്തുന്നത് പലപ്പോഴും സംഘർഷത്തിനിടയാക്കാറുണ്ട്. ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുന്ന സംഭവങ്ങളും പതിവാണ്. 108 ആംബുലൻസ് സർവീസ് നടത്തിയിരുന്ന ചികിത്സക്കെതിരെ പരാതി ഉയർന്നപ്പോഴാണ് GVK EMRയെ ടെൻഡറിലൂടെ സർവീസ് ഏൽപ്പിച്ചത്. കമ്പനികൾ മാറുമ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതാര്, പഴയ കമ്പനിയോ പുതിയ കമ്പനിയോ? ഈ തർക്കമാണ് 108 ആംബുലൻസുകളെ പെരുവഴിയിലാക്കുന്നത്. വണ്ടികളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട KMSCL ഇതുവരെ പരിശോധനകളൊന്നും നടത്തിയിട്ടില്ല. ക്യാമറാമാൻ നിതിൻ ഗോപിയോടൊപ്പം സഫീറ മടത്തിലകത്ത്, മീഡിയ 1, തിരുവനന്തപുരം.